ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്, അതായത് കരിയർ റിലേറ്റഡ് ആണ്. എസ്പെഷ്യലി ജോബ് സെർച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ജോബ് ഇൻ്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നവർക്ക് പ്രയോജനപ്പെടുന്നൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത്. അത് നമുക്കറിയാം, നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ റിക്രൂട്ടർ അല്ലെങ്കിൽ എംപ്ലോയർ നമ്മളോട് പല ചോദ്യങ്ങൾ ചോദിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചാണ്, അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ പറയാം എന്നുള്ളതിനെക്കുറിച്ചാണ് ഈ വീഡിയോയ്ക്കകത്തിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, മറ്റ് ചോദ്യങ്ങളെല്ലാം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആ ചോദ്യങ്ങൾ കൂടാതെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെലവൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേർ ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ ജോബ്. ഇപ്പോൾ നമ്മളൊരു പുതിയ ജോബിലേക്ക്, അതായത് നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഫ്രഷറല്ല, എന്നുവെച്ചാൽ നമുക്കിതുവരെ എക്സ്പീരിയൻസ് ഒന്നുമില്ല, നമ്മൾ നേരത്തെ ഒരിടത്തും ജോലി ചെയ്തിട്ടില്ല എന്നുള്ള അവസ്ഥയല്ല. ഇപ്പോൾ നമ്മൾ കറൻ്റ്ലി വി ആർ എംപ്ലോയിഡ്, ബട്ട് വി ആർ ലുക്കിംഗ് ഫോർ എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിൽ നമ്മളൊരിടത്ത് ജോബിന് വേണ്ടി ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. വേർ ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ ജോബ്. എന്തുകൊണ്ടാണ് ഈ ഒരു കരിയർ ഷിഫ്റ്റ് ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഈ ജോബ് ഇപ്പോൾ എന്തുകൊണ്ടാണ് ചേഞ്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇങ്ങനൊരു ജോബ് ഇപ്പോൾ ഞങ്ങളുടെ ഓർഗനൈസേഷനിലേക്ക് നിങ്ങൾ വരുവാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത് എന്താണ്. അങ്ങനെ അർത്ഥം വരുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടും വളരെ സെൻസിറ്റീവായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇത് ഇമ്പോർട്ടൻറ്റുമാണ്, സെൻസിറ്റീവാണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ഇൻ്റർവ്യൂവിലും, നിങ്ങൾ ഏത് ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ഇങ്ങനൊരു ഈ ഒരർത്ഥം വരുന്ന അല്ലെങ്കിൽ ഇങ്ങനൊരു സെൻസ് ഉളവാക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. എവിടുന്ന്? ഈ റിക്രൂട്ടറിൻ്റെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന എംപ്ലോയർ, ഹു ദാറ്റ് മേ ബി, HR മാനേജർ ആയിരിക്കാം, HR എക്സിക്യൂട്ടീവ് ആയിരിക്കാം, ബിസിനസ് ഓണർ ആയിരിക്കാം, ആരതിൻ്റെ ആയിക്കോട്ടെ. ബട്ട് വി ക്യാൻ എക്സ്പെക്ട് സച്ച് എ ക്വസ്റ്റ്യൻ. നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടായിരിക്കും നമ്മൾ പറഞ്ഞത് തീർച്ചയായിട്ടും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അറ്റ് ദ സെയിം ടൈം സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. ഈ ചോദ്യം നമ്മളോട് ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പ്രൊഫഷണലിസം, അതുപോലെ തന്നെ നമ്മുടെ കരിയർ ഡയറക്ഷൻ, നമ്മുടെ എമോഷണൽ മെച്യൂരിറ്റി, ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. നമ്മളുടെ കരിയർ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഒരു ഇൻ്റർവ്യൂവിൽ നമ്മൾ അപ്പിയർ ചെയ്യുമ്പോൾ അവരേറ്റവും പ്രധാനപ്പെട്ട നമ്മളിൽ അവർ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ അവർ എക്സാമിൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ്, കരിയർ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ മെച്യൂരിറ്റി, നമ്മളുടെ ഓവറോൾ അപ്രോച്ച്, ജോബിനോടുള്ള വർക്കിനോടുള്ള നമ്മളുടെ ഓവറോൾ അപ്രോച്ച് ഒക്കെ തന്നെ ആയിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അവിടെ നമ്മുടെ പേഴ്സണൽ ലൈക്സോ പേഴ്സണൽ ഡിസ്ലൈക്സിനൊന്നും പ്രത്യേകിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കംപ്ലയിൻസ്, നമ്മളുടെ മറ്റു രീതിയിലുള്ള ഈ പരിഭവങ്ങൾക്കൊന്നും തീർച്ചയായിട്ടും യാതൊരു സ്ഥാനവുമില്ല, സ്പേസും ഇല്ല. അപ്പോൾ അങ്ങനെയുള്ള നമ്മൾ വളരെ ഇമച്വറായിട്ട് വളരെ പേഴ്സണൽ ബേസിലൊക്കെ തന്നെ നമ്മൾ ആൻസർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നമുക്കൊരു സെറ്റ് ബാക്കായിട്ട് അതൊരു അത് ഭവിക്കും, അല്ലെങ്കിൽ അത് സെറ്റ് ബാക്ക് ഉണ്ടാക്കി വെക്കും എന്നുള്ള ഒരു സംശയമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ പേഴ്സണൽ സൈഡെല്ലാം മാറ്റി വെക്കുക. സ്ട്രിക്ട്ലി പ്രൊഫഷണലായിട്ടും കരിയർ ബേസ്ഡായിട്ടും മാത്രം നമ്മുടെ ആൻസർ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ ഇവിടെ നമ്മുടെ കരിയർ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ കരിയർ ഒബ്ജക്റ്റീവ്, പ്രൊഫഷണലിസം, അതുപോലെ തന്നെ നമ്മളുടെ കരിയർ ഡിറക്ഷൻ, എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ കരിയറിനകത്ത് താല്പര്യമുണ്ടോ, സക്സസ്, നമ്മുടെ കരിയറിൽ സക്സസ് ഉണ്ടാക്കുവാൻ വേണ്ടി താല്പര്യമുള്ളൊരു വ്യക്തിയാണോ അല്ലെങ്കിൽ കാൻഡിഡേറ്റ് ആണോ, അതുപോലെ തന്നെ നമ്മളുടെ ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ അതൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടി ആയിരിക്കും അവരിങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചോദ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ സെൻസിറ്റീവാണ്. അപ്പോൾ നമ്മൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും, ഏത് ജോബ് ഇൻ്റർവ്യൂ ചെന്ന് കഴിഞ്ഞാലും, എസ്പെഷ്യലി പ്രൊഫഷണൽ എൻവയൺമെൻറ്റിൽ നമ്മളിങ്ങനൊരു ജോബിന് വേണ്ടി പ്രസൻറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വി ക്യാൻ എക്സ്പെക്ട് സച്ച് എ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇങ്ങനൊരു ചോദ്യം തീർച്ചയായിട്ടും നമ്മൾ
ചോദിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ചില മേഖലകളെ അല്ലെങ്കിൽ ചില ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കണം എപ്പോഴും വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ പേഴ്സണൽ വിഷയങ്ങളൊന്നും തന്നെ നമ്മുടെ ഒരു തരത്തിലും ഇൻവോൾവ് ചെയ്യിപ്പിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും മിങ്കിൾ ചെയ്യൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ആൻസറും തീർച്ചയായിട്ടും നമ്മുടെ പേഴ്സണൽ അഫെയർസുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ കൺവീനിയൻസ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ നമ്മൾ പെസിമിസ്റ്റിക്കായിട്ട് അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്ന് സൗണ്ട് ചെയ്യുന്ന രീതിയിലുള്ള ആൻസേഴ്സ് ആയിരിക്കരുത് ഒരിടത്തും നമ്മൾ ഇൻ്റർവ്യൂ ചെല്ലുമ്പോൾ. ഇപ്പോൾ നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഒരു ചോദ്യം അതിൻ്റെ ഉത്തരം നമുക്ക് കൃത്യമായി അറിയില്ലെങ്കിൽ തന്നെയും നമ്മൾ വളരെ പ്രൊഫഷണലായിട്ടും അല്ലെങ്കിൽ വളരെ കോൺഫിഡൻ്റായിട്ടും ഓണസ്റ്റായിട്ട് നമ്മൾ ഉത്തരം പറയുക എന്നുള്ളതാണ് അതിൻ്റെ ശരിക്കുള്ളൊരു അപ്രോച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇവിടെ നമ്മളെങ്കിലും ചോദ്യം പ്രതീക്ഷിക്കുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം നമ്മൾ നേരിടുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ആൻസർ മസ്റ്റ് ബി ബേസ്ഡ് ഓൺ സെർട്ടൺ ഫാക്ടേഴ്സ് എന്നുള്ളതാണ്. അതൊന്ന് തന്നെ നമ്മുടെ ഗ്രോത്ത്, പിന്നെ രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേണിംഗ്, 3 ന്യൂ ചലഞ്ചസ്, പിന്നെ കരിയർ അലൈൻമെൻറ്റ്. എന്നുവെച്ചാൽ ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവിടെ നിങ്ങൾ ജോലിക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ജോലി ചെയ്യുന്നതിനേക്കാളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഓർഗനൈസേഷനിലെ നമ്മളുടെ കരിയറിനേക്കാളിൽ ബെറ്ററായിട്ടുള്ള ഗ്രോത്ത് നമുക്ക് ഇവിടെ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ തീർച്ചയായിട്ടും ഇൻ്റർവ്യൂവിന് വരുന്നത്. അപ്പോൾ നമ്മുടെ ആൻസറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യണം. നമ്മുടെ ഗ്രോത്താണ് നമുക്ക് പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി നമ്മൾക്ക് ഗ്രോത്ത് ഓഫർ ചെയ്യുന്നുണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മളിവിടെ വന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു കമ്പനിയെക്കുറിച്ച് നമുക്കൊരു ഓപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബെറ്റർ വ്യൂ ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അവിടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ലേണിംഗ് എന്ന് വെച്ചാൽ പഴയതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇവിടുന്ന് ഈ ജോബിൽ നമുക്ക് ലേൺ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടും, പിന്നെ ന്യൂ ചലഞ്ചസ്, പുതിയ ചലഞ്ചസ് ഈ ഒരു പർട്ടിക്കുലർ ജോബിലുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട്, അതുപോലെ കരിയർ അലൈൻമെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ ആയിരിക്കണം നമ്മളുടെ ആൻസറിൻ്റെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ബേസിസ്. ഗ്രോത്ത് ബേസ്ഡ്, ലേണിംഗ് ബേസ്ഡ്, പിന്നെ ന്യൂ ചലഞ്ചസ്, പിന്നെ കരിയർ അലൈൻമെൻറ്റ്. അതല്ലാതെ നമ്മൾ ഒരിക്കലും കംപ്ലയിൻസ് ബേസ്ഡ് ആകരുത്. എന്നുവെച്ചാൽ പഴയ കമ്പനി കൊള്ളത്തില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന കമ്പനി കൊള്ളത്തില്ല, വളരെ മോശമാണ്, അവിടുത്തെ സാഹചര്യങ്ങൾ വളരെ മോശമാണ്, ബെനഫിഷ്യൽ അല്ല. അതുപോലെ തന്നെ ടോക്സിസിറ്റി എന്ന് വെച്ചാൽ നമ്മൾ മോശം പറയരുത്, ബ്ലെയിം ചെയ്യരുത്. സാലറി ഫ്രസ്ട്രേഷൻസ്, അവിടെ സാലറി വളരെ കുറവാണ്, സാലറി തരത്തില്ല, സാലറി വളരെ ലേറ്റാണ്, ഡിലേ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആൻസേഴ്സ് ഒന്നും തന്നെ പാടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്രിറ്റിസൈസിങ് യുവർ കമ്പനി ഓർ ബോസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നിടത്ത് കമ്പനിയോ അല്ലെങ്കിൽ കമ്പനിയുടെ ബോസിനെയോ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യുന്ന രീതിയിൽ ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ, കാരണം നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ വളരെ ഒബ്സർവിങ് പവർ ഉള്ളതാണെങ്കിൽ അല്ലെങ്കിൽ വളരെ സൂക്ഷ്മ ബുദ്ധിയുള്ള, നമ്മൾ പറയുന്നത് കേൾക്കുമ്പോൾ നമ്മൾ ഇൻഡയറക്റ്റായിട്ടാണ് പറയുന്നതെങ്കിൽ അത് മനസ്സിലാക്കാൻ കഴിവുള്ള വ്യക്തി ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും. അപ്പോൾ ആ വ്യക്തി നമുക്ക് നെഗറ്റീവ് മാർക്ക് ഇടും, തീർച്ചയായിട്ടും നമ്മൾ സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഇല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് അവോയ്ഡ് ചെയ്യുക, കംപ്ലയിൻറ്റ്സ് അവോയ്ഡ് ചെയ്യുക, ടോക്സിക് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ പ്രീവിയസ് അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയുടെ ബോസിനെയും കമ്പനിയെക്കുറിച്ചും നമ്മൾ കുറ്റം പറയാതിരിക്കുക, സാലറിയെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയാതിരിക്കുക. ഇതൊന്നും ആയിരിക്കരുത് നമ്മളുടെ ഉത്തരം. നമ്മുടെ ഉത്തരം കൃത്യമായിട്ട് ഗ്രോത്തിനെ ബേസ് ചെയ്തായിരിക്കണം, വളരെ പോസിറ്റീവ് ആയിരിക്കണം, വളരെ ഓപ്റ്റിമിസ്റ്റിക് ആയിരിക്കണം, വളരെ ഹെൽത്തി ആയിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആൻസേഴ്സിനാലും അത് ഗ്രോത്ത്, ലേണിംഗ്, ന്യൂ ചലഞ്ചസ്, കരിയർ അലൈൻമെൻറ്റ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ഭാഗത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇതിൻ്റെ ഉത്തരം എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഉത്തരം എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അതിലൊരു ഈ സ്റ്റാൻഡേർഡ് ആൻസർ ഒന്നുമില്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ യു. നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നത്. പക്ഷേ ഈ പറയുന്ന ഉത്തരങ്ങൾ നമുക്ക് മോറോലെസ് ഇപ്പം ഞാൻ പറയാൻ പോകുന്നതായിട്ട് ഇപ്പോൾ 1, 2, 3, 4 ആൻസേഴ്സ് ഞാൻ അവിടെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അത് അങ്ങനെ അർത്ഥം വരുന്ന രീതിയിൽ നമുക്ക് അതിനെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും വൈ ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ ജോബ് എന്നുള്ള ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള, അതിപ്പം സ്റ്റാൻഡേർഡ് ഫോർമാറ്റൊന്നുമില്ല ആൻസേഴ്സിന്. കാരണം നമുക്കൊരിക്കലും ഇൻ്റർവ്യൂസിൻ്റെ ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്നും നമുക്കാരെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാരണം അത് നമുക്കറിയത്തില്ല ഏത് ചോദ്യം എപ്പോഴാണ് എങ്ങനെയാണ് ചോദിക്കുന്നത്, ആരെന്താണ്. കാരണം ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾക്കാർ
പല കമ്പനിയിലും നമ്മൾ ചെല്ലുമ്പോൾ പല വ്യക്തികളായിരിക്കും. അവരുടെ എക്സ്പീരിയൻസും നോളജും പേഴ്സണാലിറ്റിയും അല്ലേ അവരുടെ അപ്പോഴത്തെ ഇമോഷണൽ കണ്ടീഷനും ഒക്കെ തന്നെ വ്യത്യസ്തമായാണ്. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ചോദ്യങ്ങൾ എത്രയും പ്രൊഫഷണലായിട്ടുള്ള എൻവയൺമെൻറ്റ് ആണെങ്കിൽ തന്നെയും നമുക്ക് ഒരിക്കലും ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റോ സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ ഇന്നതേ ചോദിക്കത്തുള്ളൂ. സേ ഫോർ എക്സാമ്പിൾ, ഇഫ് യു ആർ ആൻ അക്കൗണ്ടൻറ്റ് ആൻഡ് ഇഫ് യു ആർ ലുക്കിംഗ് ഫോർ ആൻ അക്കൗണ്ടൻസ് ജോബ്, അല്ലേ, ഒരു അക്കൗണ്ടിങ് ആയിട്ടുള്ള അക്കൗണ്ടിങ് ഫീൽഡിൽ ഒരു ജോബാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, സേ ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവ്. ഇപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോയി, അവിടെ കിട്ടിയില്ല. രണ്ടാമത് ജോബിന് പോയി, അവിടെയും കിട്ടിയില്ല. മൂന്നാമതിടത്ത് പോയി. അപ്പോൾ ഈ മൂന്നിടത്തും അക്കൗണ്ട്സ് പേയബിൾ എക്സിക്യൂട്ടീവിന് വേണ്ടിയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ തന്നെയും, പക്ഷേ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന 3 ഡിഫറെൻറ്റ് പേഴ്സണാലിറ്റീസിനായിരിക്കും. therefore you can expect different questions, ബട്ട് അതിൻ്റെ മീനിങ് മോറോലെസ് ഒക്കെ സെയിം തന്നെ ആയിരിക്കാം. പക്ഷേ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് വ്യക്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. ബിക്കോസ് ഹി ഓർ ഷീ വാണ്ട്സ് ടു നോ, ബിക്കോസ് ഓൾ ദീസ് പീപ്പിൾ കനോട്ട് ആസ് ദ സെയിം ക്വസ്റ്റ്യൻസ്. അവർക്ക് ഒരേ ചോദ്യങ്ങൾ ചോദിക്കാൻ പറ്റത്തില്ല. സോ ദേ ആസ് ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻസ്. സോ യു ഹാവ് ടു പൊസിഷൻ യുവർ സെൽഫ് അക്കോർഡിംഗ്ലി ആൻഡ് യുവർ ആൻസേഴ്സ് ക്യാൻ ഓൾസോ ബി ആ ചോദ്യത്തിൻ്റെ അനുസരിച്ചായിരിക്കണം നിങ്ങളുടെ ആൻസർ. ബട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ചില സ്റ്റാൻഡേർഡായിട്ടുള്ള ആൻസറാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇതിനെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ ആൻസർ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കതിനെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ആൻസേഴ്സ് തീർച്ചയായിട്ടും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് വായിച്ച് നോക്കി മനസ്സിലാക്കുവാനും അത് എന്താണ് പറയുന്നത് അത് ഹോംവർക്ക് ചെയ്തെന്നൊക്കെ തീർച്ചയായിട്ടും പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആദ്യത്തെ ആൻസർ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ, ഐ വിഷ് ടു ഫോക്കസ് ഓൺ മൈ സെൽഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദിസ് ന്യൂ ജോബ് വിൽ പ്രൊവൈഡ് മീ വിത്ത് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ഇവിടെ നമ്മൾ സെൽഫ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച്, നേരത്തെ പറഞ്ഞ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. എന്നുവെച്ചാൽ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യം ഈ പറഞ്ഞ പുതിയ ഓപ്പർച്യൂണിറ്റി ഓഫർ ചെയ്യും എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു ജോബ് ചൂസ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥം വരുന്ന ഇതിലാണ്. ഒന്നുകൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഐ വിഷ് ടു ഫോക്കസ് ഓൺ മൈ സെൽഫ് ഡെവലപ്മെൻറ്റ് ആൻഡ് ദിസ് ന്യൂ ജോബ് വിൽ പ്രൊവൈഡ് മീ വിത്ത് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. ഈ പുതിയ ജോലി എനിക്ക് എൻ്റെ സെൽഫ് ഡെവലപ്മെൻറ്റിന് പറ്റിയൊരു സാഹചര്യം, അവസരം പ്രൊവൈഡ് ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് എന്നർത്ഥം വരുന്ന രീതിയിലാണ് ഈ ഒരു ആൻസർ നമ്മൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മൈ കറൻറ്റ് ജോബ് ലാക്സ് ജോബ് സെക്യൂരിറ്റി. അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നെഗറ്റീവായിട്ടാണ് പറയുന്നത്. എന്നാലും ഈ ഒരു ആൻസർ പരമാവധി ഒഴിവാക്കാൻ നോക്കുക. എന്നാലും ഞാൻ ഇതിനെ പ്രിപ്പയർ ചെയ്ത് മാത്രമേ ഉള്ളൂ. മൈ കറൻറ്റ് ജോബ് ലാക്സ് ജോബ് സെക്യൂരിറ്റി, therefore I am seeking a new position where I can perform my duties more effectively. അത് പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഡ്യൂട്ടീസ് മോർ ഇഫക്റ്റീവായിട്ട് പെർഫോം ചെയ്യാൻ കഴിയുന്ന ഒരു പുതിയ പൊസിഷൻ അല്ലെങ്കിൽ പുതിയൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഇവിടെ ഇൻ്റർവ്യൂവിന് വന്നത് എന്നർത്ഥം വരുന്ന രീതിയിലാണ്. അപ്പോൾ അവിടെ പോസിറ്റിവിറ്റി ഉണ്ട്. പക്ഷേ ആദ്യം നമ്മൾ കറൻറ്റ് ജോബിൽ സെക്യൂരിറ്റി, ജോബ് സെക്യൂരിറ്റി ഇല്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവാണ്. എന്നാലും കുഴപ്പമില്ല. മൈ കറൻറ്റ് ജോബ് ലാക്സ് ജോബ് സെക്യൂരിറ്റി, അത് നമ്മൾ ഓണസ്റ്റായിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. നമ്മൾ ഉള്ള കാര്യം പറയുകയാണ്, അല്ല കംപ്ലൈൻറ്റ് പറയുകയോ ബ്ലെയിം ചെയ്യുകയോ അല്ല ശരിക്കും പറഞ്ഞാൽ. therefore I am seeking a new position where I can perform my duties more effectively. പിന്നെ മൂന്നാമത്തെ ഒരു ആൻസർ എന്ന് പറഞ്ഞാൽ, ഐ ബിലീവ് ദാറ്റ് യുവർ കമ്പനി വിൽ ഓഫർ മീ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ലേണിംഗ് ആൻഡ് പ്രൊഫഷണൽ ഗ്രോത്ത്. അത് ലേണിങ്ങിനും പ്രൊഫഷണൽ ഗ്രോത്തിനും നല്ലൊരു സാഹചര്യം ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് ഞാനിവിടെ ഇൻ്റർവ്യൂവിന് വന്നത്, അല്ലെങ്കിൽ ഈ ഒരു ജോബിന് വേണ്ടി ഞാൻ ശ്രമിക്കുന്നത് എന്നുള്ള അർത്ഥം. അപ്പോൾ അവിടെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള ലേണിങ്ങും പ്രൊഫഷണൽ ഗ്രോത്തിനെ കുറിച്ച് നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. അടുത്തത് തന്നെ, ഐ ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ് ആൻഡ് നൗ ഐ ആം റെഡി ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് ഇൻ മൈ കരിയർ പ്രോഗ്രഷൻ. എന്നുവെച്ചാൽ ഞാൻ ഒരു ഹാർഡ് വർക്കിംഗ് പേഴ്സണാണ്. എന്നുവെച്ചാൽ കറൻറ്റ് ജോബിൽ ഞാൻ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെ കരിയറിൻ്റെ ഓപ്പർച്യൂണിറ്റി വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് എൻ്റെ കരിയർ പ്രോഗ്രസ്സിന് വേണ്ടി ഞാൻ തീർച്ചയായിട്ടും ഒരു പുതിയ അവസരം തേടുന്നു എന്നുള്ള അർത്ഥം തന്നെയാണ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ഐ ഹാവ് വർക്ക്ഡ് വെരി ഹാർഡ്, അല്ലെങ്കിൽ ഐ ആം വർക്കിംഗ് വെരി ഹാർഡ് ആൻഡ് നൗ ഐ ആം റെഡി ടു ടേക്ക് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്
ഫോർവേഡ് ഇൻ മൈ കരിയർ പ്രോഗ്രഷൻ. അപ്പോൾ 4 ആൻസേഴ്സ് ഞാൻ പറഞ്ഞു. ഇനി ഒന്നുകൂടെ. ഐ ആം റെഡി ഫോർ എ ന്യൂ മൈൽ സ്റ്റോൺ ഇൻ മൈ കരിയർ. അത് വളരെ നല്ലൊരു ആൻസറാണ്. ഐ ആം റെഡി ഫോർ എ ന്യൂ മൈൽ സ്റ്റോൺ ഇൻ മൈ കരിയർ. If offered a leadership role or new റെസ്പോൺസിബിലിറ്റീസ്, പുതിയ ഉത്തരവാദിത്തങ്ങൾ എനിക്ക് തരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് പൊസിഷൻ എനിക്ക് തരികയാണെങ്കിൽ, അപ്പോൾ നമ്മൾ തീർച്ചയായും സെൽഫ് കോൺഫിഡൻസ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ലീഡർഷിപ്പ് റോൾ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുള്ളത് കൊണ്ട് ഐ ആം ഫുള്ളി പ്രിപ്പയർഡ് ടു ടേക്ക് ദം ഓൺ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റിക്രൂട്ടറോട് അല്ലെങ്കിൽ എംപ്ലോയറോട് പറയുകയാണ്, ഐ ആം റെഡി ഫോർ ന്യൂ ചലഞ്ചസ്, റെഡി ഫോർ ന്യൂ റെസ്പോൺസിബിലിറ്റീസ്, അല്ലെങ്കിൽ റെഡി ഫോർ എ ലീഡർഷിപ്പ് റോൾ ഇൻ യുവർ കമ്പനി. ഇഫ് യു ആർ റെഡി ടു ഗീവ് മീ, ഐ ആം റെഡി ഫോർ ദാറ്റ്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ആൻസറാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കറൻറ്റ് ജോബിൽ അങ്ങനൊരു സ്കോപ്പില്ല, ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഈ ജോബ് പിന്നെ എന്താണ് പറയുന്നത്, പുതിയ ഒരു ജോബിലേക്ക് നമ്മൾ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളൊരു ജോബിലേക്ക് ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നു എന്നുള്ള അർത്ഥം വരുന്നില്ല. അപ്പോൾ ഈ ഒരു 5 ആൻസേഴ്സ് റെഡിമെയ്ഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ഹോംവർക്ക് ചെയ്തിട്ട് ഒന്നുകിൽ ഇത് റിപ്പീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ അർത്ഥം വരുന്ന രീതിയിൽ നിങ്ങളുടെ ആൻസേഴ്സിനെ സ്ട്രക്ചർ ചെയ്ത് നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ തന്നെയാണെന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ മാറിയും മറിഞ്ഞൊക്കെ ചോദ്യം ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഒരു 3 ഓൾട്ടർനേറ്റീവ് എന്തായിരിക്കാം? ഈ ചോദ്യം തന്നെയാണ്, പക്ഷേ ഈ അർത്ഥം വരുന്ന രീതിയിൽ മറ്റ് രീതിയിൽ എങ്ങനെ ചോദിക്കപ്പെടാം എന്നുള്ളതോടെ ഞാനൊന്ന് പറയാം. ഒരു 3 ക്വസ്റ്റ്യൻസ്, 3 ഓൾട്ടർനേറ്റീവ്സാണ്. ഇങ്ങനെ തന്നെ സംഭവിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷേ തീർച്ചയായിട്ടും മോറോർലെസ് ഇതിന് സമാനമായ രീതിയിലൊക്കെ തന്നെ ആയിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വേ ഡു യു വാണ്ട് ടു ചേഞ്ച് യു ജോബ് എന്നുള്ളതാണ് ആദ്യം നമ്മൾ പറഞ്ഞത്. ഇനി അതല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ എങ്ങനെ ആയിരിക്കാം എന്നുള്ളതാണ്. വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ഓപ്പർച്യൂണിറ്റി? തീർച്ചയായിട്ടും പുതിയൊരു അവസരം നിങ്ങൾ എന്തുകൊണ്ടാണ് തേടുന്നത്? വൈ ആർ യു ലുക്കിംഗ് ഫോർ എ ന്യൂ ഓപ്പർച്യൂണിറ്റി? അപ്പോൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ നമ്മൾ ഈ പറഞ്ഞൊക്കെ തന്നെ ആകാം. പിന്നെ വേ ഡു യു വാണ്ട് ടു ലീവ് യുവർ കറൻറ്റ് കമ്പനി? അതും ഒരു ലോജിക്കലായിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോഴത്തെ കമ്പനി വിടാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ താല്പര്യപ്പെടുന്നത്? വാട്ട് മെയ്ഡ് യു സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ എ ന്യൂ റോൾ? ഒരു പുതിയ റോൾ അല്ലെങ്കിൽ പുതിയൊരു ജോലി സെർച്ച് ചെയ്യാൻ നിങ്ങളെ എന്താണ് പ്രേരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ എന്താണ് മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള അർത്ഥം വരുന്ന രീതിയിലാണ്. അപ്പോൾ ഈ മൂന്ന് രീതിയിലല്ല, ഇനിയും പല രീതിയുണ്ട്. എന്നാലും നമുക്ക് മിനിമം എക്സ്പെക്റ്റ് ചെയ്യാവുന്ന 3 ഓൾട്ടർനേറ്റീവ് വേയ്സാണ് ഈ ചോദ്യത്തിന് പകരം. അപ്പോൾ ഇങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പ്രിപ്പറേഷനും ഹോംവർക്കും ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി നമ്മൾ ചോദ്യങ്ങൾ ഫേസ് ചെയ്യുമ്പോൾ ഷോക്ക്ഡ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ ഒരു സേയിങ് ഉണ്ടല്ലോ, ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വോർ എന്ന് പറഞ്ഞാൽ നമ്മൾ സമാധാനം ഉള്ളപ്പോൾ കൂടുതൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിയർത്താൽ എന്ന് വെച്ചാൽ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യുദ്ധത്തിൽ വളരെ കുറച്ചേ ബ്ലീഡ് ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. അത് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യുകയും കൂടുതൽ ഹോംവർക്ക് ചെയ്യുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പരിപാടിക്കാണ് പോകുന്നത് അവിടെ നമ്മൾ വിയർക്കാനുള്ള സാധ്യത എന്നുവെച്ചാൽ നമുക്കറിയാൻ വയ്യാതെ അല്ലെങ്കിൽ നമുക്ക് ഒരു പകുതി ഹാഫ് നോളജ് വെച്ച് അങ്ങനെ നമ്മൾ പലയിടത്തും നമ്മൾ എന്താണ് പറയുക, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പെർഫോം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവില്ല. അവിടെ നമ്മൾ അതിൻ്റെ അകത്ത് നമ്മൾ ശരിയായ രീതിയിലുള്ള ഹോംവർക്കും പ്രിപ്പറേഷനും ചെയ്യാത്തതിൻ്റെ ഫലം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ദ മോർ യു സ്വെറ്റ് ഇൻ പീസ് ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ എന്ന് പറയുന്നത്. സ്വെറ്റ് ഇൻ പീസ് എന്നാൽ നമ്മൾ യുദ്ധമില്ലാത്ത സമയത്ത് കൂടുതൽ ഇതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുകയും ഹോംവർക്ക് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, ഹാർഡ് വർക്ക് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ, വിയർത്താൽ ദ ലെസ് യു ബ്ലീഡ് ഇൻ വാർ. യുദ്ധം വരുമ്പോൾ നമുക്ക് അധികം മുറിവേറ്റ് രക്തം ചീന്തേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ്, ഇൻ്റർവ്യൂ ആണ് വാർ, അപ്പോൾ ഇൻ്റർവ്യൂവിൽ ബ്ലീഡ് ചെയ്യണ്ടായെങ്കിൽ തീർച്ചയായിട്ടും പീസ് എന്ന് പറയുന്ന ഇൻ്റർവ്യൂവിന് മുമ്പുള്ള നമ്മൾ പ്രിപ്പറേഷനും ഹോംവർക്കും ഒക്കെ തന്നെ ചെയ്ത് നമ്മളെ സെറ്റ് ചെയ്യുക, വിയർക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ശരിക്കും. അപ്പോൾ തീർച്ചയായും അത് പ്രിപ്പറേഷൻ അത്യാവശ്യം, പ്രാക്ടീസാണ് അത്യാവശ്യം, ഹാർഡ് വർക്കാണ് അത്യാവശ്യം. വ്യത്യസ്തമായിട്ടുള്ള സോഴ്സിൽ കൂടെ ഈ പറഞ്ഞ ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കപ്പെടാമെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു നമുക്കൊരു
അസസ്മെൻറ്റ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു എവാലുവേഷൻ നമ്മൾ നടത്തിക്കഴിഞ്ഞാൽ, കാരണം ഇന്ന് നമുക്ക് നെറ്റും ഒത്തിരി റിസോഴ്സൊക്കെ അവൈലബിൾ ആയതുകൊണ്ട് നമുക്കതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ലിങ്ക്ഡിനിൽ പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഓൺലൈനിൽ പോയി കഴിഞ്ഞാലും നെറ്റിൽ പോയി കഴിഞ്ഞാലും ഒക്കെ തന്നെ ഗൂഗിൾ സെർച്ചിൽ കൂടെ ഒക്കെ തന്നെ നമുക്കൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാം. ഈവൻ ChatGPT അതുപോലുള്ള AI ഒക്കെ തന്നെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും റിസോഴ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക, നമ്മൾ റെഡി ആയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഹോംവർക്ക് ചെയ്യുന്ന ആ സമയത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണമെന്ന് നിർബന്ധങ്ങളൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് പോകുമ്പോൾ ഒരുപക്ഷെ ഇങ്ങനെ ആയിരിക്കത്തില്ല ചോദിക്കുന്നത്, വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടായിരിക്കും ചോദിക്കുന്നത്. എന്നാലും നമ്മൾ പ്രിപ്പയർഡ് ആണെങ്കിൽ നമ്മൾ സർപ്രൈസ്ഡ് ആകത്തില്ല, ഷോക്ക്ഡ് ആകത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തീർച്ചയായിട്ടും പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്, ഹോംവർക്ക് വളരെ അത്യാവശ്യമാണ്, നമ്മളെ തന്നെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അതിപ്പം ജോബ് സെർച്ച് അല്ലെങ്കിൽ ജോബ് കിട്ടുന്ന കാര്യത്തിൽ മാത്രമല്ല, നമുക്കറിയാം എല്ലാ കാര്യത്തിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു ടാസ്കിലും നമ്മൾ പെർഫോം ചെയ്യുന്ന ഏത് ടാസ്കിലും പ്രിപ്പറേഷൻ, ഹോംവർക്ക്, പ്രാക്ടീസ്, സെൽഫ് പ്രാക്ടീസ് ഇതൊക്കെ തന്നെ വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമുക്ക് ഈ ഇൻ്റർവ്യൂ ക്വസ്റ്റ്യനെ നമുക്ക് വളരെ കോൺഫിഡൻ്റായിട്ട്, ഫിയർലെസ്സായിട്ട് നമുക്ക് ഇഫക്റ്റീവായിട്ട് ഫേസ് ചെയ്യാനും ആൻസർ ചെയ്യാനും സാധിക്കുമെന്നുള്ളതാണ് നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്തിൽ കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇൻഫർമേഷൻ അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ കൃത്യമായിട്ട് ബേസിക് ക്വസ്റ്റ്യൻ വേർ ഡു യു വാണ്ട് ടു ചേഞ്ച് യുവർ ജോബ്, പിന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. വേ ആർ ലുക്കിംഗ് ഫോർ എ ന്യൂ ഓപ്പർച്യൂണിറ്റി, വേർ ഡു യു വാണ്ട് ടു ലീവ് യുവർ കറൻറ്റ് കമ്പനി, വാട്ട് മെയ്ഡ് യു സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ എ ന്യൂ റോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഓൾട്ടർനേറ്റീവ് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും രീതിയിലായിരിക്കും ചോദിക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ആൻസേഴ്സ് ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കി പ്രാക്ടീസ് ചെയ്ത് ഹോംവർക്ക് ചെയ്ത് എഴുതി പഠിച്ച് മനസ്സിലാക്കി ബൈ ഹാർട്ട് ചെയ്ത് വെക്കുക. അന്നേരം ഇങ്ങനെയുള്ള ചോദ്യം വരുമ്പോൾ അപ്പോൾ ആ ചോദ്യം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കി ഇതാണ് അവർ അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ പറഞ്ഞ ഇതിനകത്തിലെ ഈ 5 ഉത്തരങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം ഹാൻഡ് പിക്ക് ചെയ്ത് സെലക്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതപ്പോഴും നമ്മൾ നമ്മുടെ ഗ്രോത്ത്, ലേണിങ്, ന്യൂ ചലഞ്ചസ്, കരിയർ അലൈൻമെൻറ്റ് ഇതൊക്കെ ആൻസറിനകത്തിൽ ഈ പറഞ്ഞ എലമെൻസൊക്കെ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ആൻസേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി വെക്കും. അപ്പോൾ ഇൻ്റർവ്യൂർ അല്ലെങ്കിൽ റിക്രൂട്ടർ, എംപ്ലോയർ നമ്മളെക്കുറിച്ചൊരു ബെറ്റർ ഒപ്പീനിയൻ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കേൾക്കുമ്പോൾ അവർക്കറിയാം ഹീ ഈസ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഷീ ഈസ് പ്രിപ്പയർഡ് അല്ലെങ്കിൽ ഹി ഓർ ഷീ ഹാസ് ഡൺ ഗുഡ് ഹോംവർക്ക് എന്നുള്ളത് നമ്മുടെ ആൻസേഴ്സിൽ കൂടെ നമ്മൾ കോൺഫിഡൻ്റ് ആൻസർ പറയുമ്പോൾ അവർക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടാനും സെലക്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ആ ഇൻ്റർവ്യൂ ചെയ്യുന്ന വ്യക്തിയുടെ മൈൻഡ് സെറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പക്ഷേ നമുക്കതിനുള്ള ചാൻസ് നമുക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ദ ചാൻസ് ക്യാൻ ബി ഇൻക്രീസ്ഡ് എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോയിൻറ്റ്സ് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഈ പറഞ്ഞ ചോദ്യം മനസ്സിലാക്കുക, ചോദ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കുക. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ, ആൻസേഴ്സ് നമ്മൾ തീർച്ചയായിട്ടും വളരെ ഒപ്റ്റിമിസ്റ്റിക്കായിട്ട്, പോസിറ്റീവായിട്ട്, വളരെ ഓണസ്റ്റായിട്ട്, ഗ്രോത്ത് ബേസ്ഡ്, ലേണിംഗ് ബേസ്ഡ്, ന്യൂ ചലഞ്ചസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ്, ലീഡർഷിപ്പ് റോള്, അതുപോലെ തന്നെ കരിയർ അലൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ പ്രധാനപ്പെട്ട ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തായിരിക്കണം നമ്മുടെ ആൻസേഴ്സ്. അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയ്ക്കകത്തിൽ തൽക്കാലം ഷെയർ ചെയ്യാനുള്ളത്. ഇതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ.